ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവാശംസ നേർന്നുകൊണ്ട് വീഡിയോ ആരംഭിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സും ഒഡീഷയുമായിട്ടുള്ള പ്ലേ ഓഫ് മത്സരമാണ് നടക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒട്ടുക. ഇന്ത്യൻ ഫുട്ബോൾ ISL ഫാൻസ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ബട്ടൺ ഒട്ടുക. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും ഈ ചാനൽ. ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റുകൾ, ന്യൂസുകളൊക്കെയാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഏതായാലും നമുക്ക് വീഡിയോ ഇട്ടെടുക്കാം. ഇന്നലെ ഉച്ചയോടെയാണ് ഏകദേശം ISL പുറത്ത് വിട്ടത്. ബ്ലാസ്റ്റേഴ്സും ഒഡീഷ FC തമ്മിലായിരിക്കും പ്ലേ ഓഫ് മത്സരമെന്നും കലിംഗ ഭുവനേശ്വർ നഗറിൽ വെച്ചായിരിക്കും ഒഡീഷയിൽ വെച്ചായിരിക്കും മത്സരം നടക്കുകയെന്നുമാണ് ISL അധികൃതർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്നലത്തെ മത്സരത്തോടുകൂടി ഇന്നലെ ഒഡീഷ നോർത്ത് ഈസ്റ്റ് മത്സരം അവസാനിച്ചതോടുകൂടി അത് പൂർണ്ണമായും യാഥാർത്ഥ്യമായി എന്ന് തന്നെ പറയണം. കാരണം ഇന്നലത്തെ മത്സരത്തിൽ ഒഡീഷ തോറ്റു. എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിനോട് പരാജയപ്പെട്ടത്. ഇത് ഒരു കാരണവശാൽ നോർത്ത് ഈസ്റ്റിൻ്റെ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് നോർത്ത് ഈസ്റ്റിനെയാണ്. നോർത്ത് ഈസ്റ്റ് ഈ പെർഫോമൻസ് കുറച്ചുകൂടി നേരത്തെ കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഒരു മത്സരം കൂടി കഴിഞ്ഞ ഏതെങ്കിലും മത്സരങ്ങൾ, തോറ്റ മത്സരങ്ങൾ ഏതെങ്കിലും ഒന്ന് വിജയിച്ചിരുന്നെങ്കിൽ അവർക്ക് സെമിയിൽ 6ാം സ്ഥാനം ഉറപ്പിക്കാമായിരുന്നു. പക്ഷെ ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അവർക്ക് പ്ലേ ഓഫ് നഷ്ടപ്പെട്ടത്. 6ാം സ്ഥാനം. ചെന്നൈ 27 പോയിൻറ്റ്, നോർത്ത് ഈസ്റ്റ് 26 പോയിൻറ്റ് 7ാം സ്ഥാനത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അവസാന മത്സരമായിരുന്നു ഇരു ടീമുകളുടെയും, ഒഡീഷയുടെയും നോർത്ത് ഈസ്റ്റിൻ്റെയും. ഏതായാലും നോർത്ത് ഈസ്റ്റ് ആരാധകർക്ക് ഒട്ടും മോശമല്ലാത്ത, തൃപ്തിപ്പെടാനാകുന്ന ഒരു പൊസിഷനിൽ തന്നെയാണ് അവർ നിൽക്കുന്നതും. നല്ലൊരു മത്സരം അവസാനിപ്പിച്ചുകൊണ്ടാണ്, ഫാൻസിനെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് അവർ വിടവാങ്ങുന്നതും. അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പ്ലെയർ വിടവാങ്ങുകയായിരുന്നു, റിട്ടയർ ആവുകയായിരുന്നു. ഇന്നലെ ടീം വിടുകയായിരുന്നു. അതിൻ്റെ ആഹ്ലാദ പ്രകടനമൊക്കെ ഇന്നലെ കണ്ടിരുന്നു ടിവിയിലൂടെയും, മത്സരത്തിന് ജിയോ സിനിമയിലൂടെയും മറ്റ് ടെലികാസ്റ്റ് ചാനലിലൂടെയും നമ്മൾ കണ്ടിരുന്നു. അടുത്തതായി പറയുന്നത് ഒഡീഷ FCയെ കുറിച്ചാണ്. ഒഡീഷ FC ഇന്നലെ തോറ്റു. ഇതില്ലാത്ത 3 ഗോളുകളാണ് തോറ്റത്. ഇന്നലെ റോഹിത് കൃഷ്ണയ്ക്കൊന്നും ഗോൾ കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു പെനാൽറ്റി മിസ്സാക്കി എന്നതാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടത്. കാരണം അദ്ദേഹത്തിന് ഗോൾ അടിച്ചിരുന്ന ദിമിത്രിയോസിനൊപ്പം എത്താമായിരുന്നു 13 ഗോളുമായി ഗോൾഡൻ ബൂട്ടിൽ. എന്നാൽ അദ്ദേഹം അത് മിസ്സാക്കി. ഗോൾ കീപ്പർ സേവ് ചെയ്തു. ഗോൾ കീപ്പറിൻ്റെ ഒരു നല്ല പ്രകടനമാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല. മലയാളി ഗോൾ കീപ്പറുടെ ഈ ഒരു കഴിവ് കൊണ്ടാണ് അത് സേവ് ചെയ്തത്. ഏതായാലും ഒഡീഷ FC 39 പോയിൻറ്റുമായി 4ാം സ്ഥാനത്ത് തുടരുകയാണ്. ഒഡീഷ FC ഏതായാലും 4ാം സ്ഥാനക്കാരും 5ാം സ്ഥാനക്കാരുമാണ്. ഏപ്രിൽ 19-ന് കലിംഗ ഭുവനേശ്വർ നഗർ ഒഡീഷയുടെ ഹോം തട്ടകത്തിൽ വെച്ചായിരിക്കും ബ്ലാസ്റ്റേഴ്സും ഒഡീഷയും തമ്മിലുള്ള പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്. ഏപ്രിൽ 19-ന് ഒറ്റ മത്സരമാണ്. അതിൽ വിജയിക്കാൻ സാധിച്ചാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് സെമി കാണാനാവൂ എന്നുള്ളതാണ് പ്രത്യേകത. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് അവസാന മത്സരം വിജയിച്ചുകൊണ്ടും ഒഡീഷ അവസാന മത്സരം തോറ്റുകൊണ്ടും വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ആത്മവിശ്വാസം ബ്ലാസ്റ്റേഴ്സിനും, ചെറിയൊരു ആത്മവിശ്വാസം കുറവ് ഒഡീഷയ്ക്കും ഉണ്ടാകും. പക്ഷേ ഹോം സ്റ്റഡി ആയതുകൊണ്ട് അത് അവർക്ക് ഒരു ലെവലിൽ പിടിച്ചു നിർത്താനും സാധിക്കും. ബ്ലാസ്റ്റേഴ്സ് അവസാന മത്സരം വിജയിച്ചുകൊണ്ടാണ് ഈ ഒരു ആത്മവിശ്വാസത്തിൽ ഇറങ്ങുമെന്ന് പറയുമ്പോൾ കൂടിയും അഡ്രിയാൻ ലൂണയും ദിമിത്രിയോസ് ദാമന്തക്കോസും ഇറങ്ങുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോച്ച് പറഞ്ഞത് ഇക്കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല. അത് പരിശീലനം നടത്തി അതിന് ശേഷമാണ് പറയാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ദിമിത്രിയോസും ലൂണയൊക്കെ പരിശീലനത്തിന് ഉണ്ട്. എന്നാൽ കൂടി അവരിറങ്ങുമോ ഇല്ലയോ എന്ന് കാര്യം കൺഫേം അല്ല. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റു ദിവസം കണ്ടുകൂട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ ബട്ടൺ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.